ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ ഡേ ആണ് കേട്ടോ. ഇന്ന് ഫുൾ ടൈം ഹോസ്പിറ്റലിലായിരിക്കും. അപ്പോൾ ഇത് രാത്രിയാണെന്ന് കരുതുന്നുണ്ടാവും, പക്ഷേ രാത്രിയല്ല. പുലർച്ചെ 4 മണിക്ക് ഞങ്ങൾ താത്താനെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ. അവൾക്ക് ഡെലിവറി പെയിൻ വന്ന് പറഞ്ഞിട്ട് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഹോസ്പിറ്റലിൽ എത്തി. അപ്പോൾ നേരെ അവളെ ലേബർ റൂമിലേക്കാണ് കയറ്റിയിട്ടുണ്ടായിരുന്നത്. അവൾക്ക് പോരുമ്പോൾ തന്നെ നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ രണ്ടാമത്തെ താത്തയൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മ നാത്തൂനെയും കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. അവളുടെ ഡെലിവറി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ ഉമ്മ അവിടെ നിന്ന് വന്നു. അങ്ങനെ ഇതാ ലാബിൽ ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു. രാവിലെ ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടുന്ന് നേരെ ബില്ലടിക്കാനും പിന്നെ ക്യാഷ് അടക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേനും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് താത്താനെ സിസേറിയൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാനെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് അവൾക്ക് ഫസ്റ്റത്തെ ഡെലിവറിയും സിസേറിയൻ തന്നെ ആയിരുന്നു. അപ്പോൾ രണ്ടാമത്തതും സിസേറിയൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ എന്താ ബേബി വന്നിട്ടുണ്ട് കേട്ടോ. ബേബി ഗേൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ബേബിക്ക് ബാങ്കൊക്കെ കൊടുക്കൽ കഴിഞ്ഞു കേട്ടോ. അവിടെ നിന്ന് തന്നെ ബാങ്ക് കൊടുത്തിട്ടാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ബേബിനെ. അപ്പോൾ ഇവിടെ വന്നിട്ട് അളിയാക്കാൻ്റെ ഉമ്മ തന്നെ ബാങ്ക് കൊടുത്തു കേട്ടോ ബേബിക്ക്. പിന്നെ ബാങ്ക് കൊടുക്കൽ കഴിഞ്ഞിട്ട് ഇതാ ബേബിനെ കൊണ്ട് റൂമിലേക്ക് പോവാണ്. അങ്ങനെ ഇതാ റൂമിലെത്തി. താത്താൻ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ബേബിനെ റൂമൊക്കെ കൊടുന്ന് അങ്ങനെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഫുഡ് മേടിക്കാണ്ട് വന്നിട്ടായിരുന്നു. അങ്ങനെ ഫുഡ് ഇതാ റൂമിൽ വന്നിട്ട് കഴിക്കുക വെച്ചിട്ട് പാഴ്സൽ മേടിച്ച് പോന്നു. അപ്പോൾ ഫുഡ് അവിടുത്തെ അടിപൊളിയാണ് കേട്ടോ. ക്യാൻറ്റീനിൽ പിന്നെ സാധാ ഫുഡാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് സ്വീറ്റ്സ് മേടിക്കാൻ വേണ്ടി വന്നു, ഡോക്ടേഴ്സിനും നഴ്സിനും കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഇതാ ഇവിടെ ഒരാൾ ഇതാ കവറിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അത് താത്താൻ്റെ മൂത്ത കുട്ടിയാണ്. അവർക്ക് 2 വയസ്സാണ് കേട്ടോ. അപ്പോൾ എത്ര ഉള്ളൂ? അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.